ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനു ജോസ്. ജൂലൈ 28 വ്യാഴം 2 PM തളർക്കട്ടെ പുതുനാമ്പുകൾ എന്ന വിത്തുവിതയ്ക്കൽ പരിപാടി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം നടത്തപ്പെട്ടു. അതിൽ സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി NSS യൂണിറ്റും പങ്കെടുക്കുകയുണ്ടായി. ഈ പ്രസ്തുത പരിപാടിയെക്കുറിച്ച് ഞങ്ങളുടെ NSS വോളണ്ടിയർ സിബിന മോളുടെ റിപ്പോർട്ടിലേക്ക്. 2021 ഡിസംബർ മാസത്തിൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായുള്ള അതിജീവനം എന്ന NSS ക്യാമ്പിൽ 1200ഓളം വിത്തുവിളകൾ നിർമ്മിക്കുകയുണ്ടായി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 28 2 PM കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാൾ പരിസരത്ത് ഈ വിത്തുവിളകൾ വിതയ്ക്കപ്പെട്ടു. ഏതൊരു NSS പ്രോഗ്രാം ആരംഭിക്കുന്നത് NSS ഗീതത്തോടെയാണ്. ആയതിനാൽ നമുക്ക് ഏവർക്കും NSS ഗീതത്തിനായി ഒരുങ്ങാം. മനസ്സുനന്നാവട്ടെ മനമേതെങ്കിലുമാവട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാറ്റുകൾ വിടരട്ടെ. മനസ്സുനന്നാവട്ടെ മനമേതെങ്കിലുമാവട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാറ്റുകൾ വിടരട്ടെ. തളർക്കട്ടെ പുതുനാമ്പുകൾ എന്ന പേരിൽ ക്രമീകരിച്ച പ്രസ്തുത പരിപാടിയിൽ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ബിജു പത്യാല അധ്യക്ഷത വഹിക്കുകയുണ്ടായി. പ്രകൃതി അമ്മയാണ് എന്ന് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ശരിയാണ്, പ്രകൃതി അമ്മയാണ്. ആ പ്രകൃതിയെ നമ്മുടെ അമ്മമാരെ എന്നെ സ്നേഹിക്കുന്നു എന്നതുപോലെ തന്നെ സ്നേഹിക്കുന്നു. തളർക്കട്ടെ പുതുനാമ്പുകൾ എന്ന ഈ ആശയം ഈ കുട്ടികളെ വളർത്തിയെടുക്കുക, കുട്ടികളുള്ളത് എത്രത്തോളം വലുതാക്കി എടുക്കാമോ അതായിരിക്കും കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ആശയം. എൻ്റെ പ്രിയ മക്കളോട് ഞാൻ കാര്യം പറയാം. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുമോ അത്രത്തോളം നമുക്ക് ആയുസ് കൂടുതലുണ്ട്. ആദരണീയനായ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR തങ്കപ്പൻ വിത്തുവിളകൾ വിതറി പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ച്, നമ്മുടെ നാടിൻ്റെ ജലസ്രോതസ്സുകളെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ച് വലിയ ആശയങ്ങൾ പങ്കുവച്ച് നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കുന്നൊരു സന്ദർഭം കൂടിയാണ്. ആ സന്ദർഭത്തിൽ ഈ വലിയ ആശയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ NSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഈ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച്. നമ്മുടെ നാടിൻ്റെ വനമേഖല ഉൾപ്പെടെയുള്ള അതിൻ്റെ ചരിത്ര പശ്ചാത്തലം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് പ്രകൃതിക്ക് വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നടന്നു വരുന്നൊരു സന്ദർഭം കൂടിയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജലസ്രോതസ്സുകളെ സംബന്ധിച്ചും സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ ജോർജ് ആശംസ നേർന്ന് സംസാരിച്ചു. ശരിക്കും ഇതൊരു വലിയൊരു ആശയമാണ്. ഒരു വിത്ത് ഒരിക്കലും അല്ലാതിരുന്ന വെയിലത്തിടന്ന് വാടിപ്പോകും. അതിന് വേണ്ട ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം ഒരുക്കുക. അത് മണ്ണും വളവും എല്ലാം കൂടെ. അമ്മ എന്നമ്മ പ്രകൃതി എന്നമ്മ നമ്മളെല്ലാവരും മക്കൾ. അങ്ങോട്ടിട്ടാ ചടങ്ങ് നടത്തിയേക്കാം അല്ലേ? ഓക്കെ ഓക്കെ. പരിപാടികൾക്ക് ബോട്ടണി വിഭാഗം അധ്യാപകൻ ശ്രീ ഫ്രാൻസിസ് VV, NSS പ്രോഗ്രാം ഓഫീസർ ജോബി സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. സെന്റ് ഡൊമിനിക്സ് HSS നാഷണൽ സർവീസ് സ്കീം എന്ന ഫേസ്ബുക്ക് പേജിൽ പരിപാടി തത്സമയം സംരക്ഷണം നടത്തുകയുണ്ടായി. NSS ലീഡർമാരായ നോയൽ ഷിജി, മീനു മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ
മുഴുവൻ NSS വോളണ്ടിയർമാരും പരിപാടിയുടെ വിജയത്തിനായി പ്രയത്നിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യം പരിപാടികൾ കൂടുതൽ മനോഹരമാക്കി. ക്യാമറാമാൻ ജോയലിനോടൊപ്പം NSS യൂണിറ്റിന് വേണ്ടി സിബിന മോൾസ്. നാഷണൽ സർവീസ് സ്കീമിന്റെ കൂടുതൽ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾക്കായി ഞങ്ങളുടെ സെന്റ് ഡൊമിനിക്സ് HSS കാഞ്ഞിരപ്പള്ളി നാഷണൽ സർവീസ് സ്കീം എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ NSS SDHSS കാഞ്ഞിരപ്പള്ളി എന്ന ഇൻസ്റ്റഗ്രാം ID ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത ദിവസം പുതിയ വീഡിയോകളുമായി കാണാം. നന്ദി.